ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹലാ നീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ചീര വെച്ച് നമുക്ക് നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ആദ്യം തന്നെ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ തന്നെ ഇതിന് യൂസ് ചെയ്യണം, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൻമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളക്, ഒരു 4 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി ചെറുതായി അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ മസാലയും ഉപ്പും ഒന്നും ചേർത്തിട്ടില്ല. ഡയറക്റ്റ് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം. ആ എണ്ണ ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് 3 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ചേർക്കാനുള്ളത് ചെറുതായി അരിഞ്ഞു വെച്ച 3 ഉള്ളിയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിക്കനും മസാലയും ഒക്കെ ഒന്ന് എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റായി. ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് ഉള്ളിയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. ചെറുതായി അരിഞ്ഞതാണ്, ഉള്ളി അരിഞ്ഞതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞതാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇത് ഇങ്ങനെ തന്നെ മൂടി വെച്ചിട്ട് വേവിക്കണം. തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്രേവിയാണിത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചീരയാണ്. ഞാനിവിടെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ തോരനൊക്കെ അരിഞ്ഞെടുക്കുന്നത് പോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ചീര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീരയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം പിന്നെ ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചീര ഒന്ന് വെന്ത് വരുന്നത് വരെ ഒരു 5 മിനിറ്റ് അത്രയും വേണ്ടൂ, അതുവരെ വേവിച്ചെടുക്കാം. 5 മിനിറ്റായി നമ്മളിപ്പോൾ വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കന്. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.